നേടൻ കോശി 3 വിക്കറ്റിന് ഹാട്രിക്, രാജു വടക്കത്തിന് ഹാട്രിക് തകർക്കപ്പെടുമോ? ഞാൻ ചോദിക്കട്ടെ, വിയപുരമേ ആ കണക്കങ്ങ് തീർക്കാതെ മടങ്ങാനാകുമോ? ആ ഹൃദയത്തിലെ മുറിവങ്ങ് ഉണക്കാതെ മടങ്ങാനാകുമോ? വിയപുരമേ കുതിച്ചു വായു, നിങ്ങളുടെ കരങ്ങൾക്കുള്ളിൽ ഒരു കപ്പിത നിമിഷങ്ങൾക്കകം കിട്ടിയേക്കാം. അതുകൊണ്ട് വിയപുരമേ ചാമ്പ്യന്മാരാണ് നിങ്ങൾ. വിയപുരമേ നിങ്ങളും ഉണർന്നു മുന്നേറുക. നിരണം, മേൽപ്പാടം, നടുഭാഗം, വിയപുരം. മേൽപ്പാടം തന്നെ അല്പം ലീഡിലേക്ക് കുതിക്കുന്ന കാഴ്ച. 1-2 തുഴപ്പാടിന് മേൽപ്പാടം കുതിക്കുന്നു. 2, 3, 4 ട്രാക്കുകളിലെ ഒരു 3 വള്ളങ്ങളും നിരണവും നടുഭാഗവും വിയപുരവും ഒപ്പമെത്താനാണ് ശ്രമിക്കുന്നുണ്ട്. തെങ്ങോലകൾ പോലും നിശ്ചലമായിരിക്കുന്നു, കാറ്റടിക്കുന്നില്ല. മേൽപ്പാടം ഇതാ ഇറങ്ങിക്കഴിഞ്ഞ് മേൽപ്പാടം 6ാമത് ട്രോഫിയിലേക്ക്, ഡബിൾ ഹാട്രിക്കിലേക്ക് പോകുന്നു. സുന്ദരമായ രീതിയിൽ മേൽപ്പാടം അല്പം ലീഡിൽ, നടുഭാഗം കൂടെയുണ്ട്. നിരണവും വിയപുരവും ഒപ്പത്തിനൊപ്പമുണ്ട്. എന്താണ് ഈ മത്സരം? ഒന്നും പറയാൻ പറ്റില്ല. ഇതല്ലേ യഥാർത്ഥ ഫൈനൽ, ഇതല്ലേ ക്ലാസിക് ഫൈനൽ. ഉസൈൻ ബോൾട്ട് 10 സെക്കൻഡിൽ താഴെ 100 മീറ്റർ ഓടിയെത്തുമ്പോ തൊട്ടുപിന്നിൽ അതിശയകരം. ആരാണ് മുന്നിൽ? 4ാം ട്രാക്കിലെ വിയപുരം. ഓ, എന്തൊരു മനോഹരമായ ഫൈനൽ. ഇതാ 4ാം ട്രാക്കിലെ വിയപുരം കഴിഞ്ഞ വർഷത്തെ പരാജയത്തിന് കണക്ക് തീർത്തുകൊണ്ട് പള്ളാത്തുരുത്തിയെ അടിച്ചു പറിക്കാൻ പോകുന്നു. ഇതാ ഇല്ല, പള്ളാത്തുരുത്തി ഒപ്പത്താൻ ശ്രമിക്കുന്നു. വിയപുരം ശ്രമിക്കുന്നു. നടു പള്ളാത്തുരുത്തി നിരടത്തേക്കാൾ 3-4 ആളുകൾ ഫിനിഷ് ടച്ചിലേക്ക് വരട്ടി ശർമ്മ കൊടുക്കുന്നു. ഓ അയ്യപ്പ തുടരൂ. ഒന്നും പറയാൻ പറ്റില്ല. മേൽപ്പാടവും നിരണവും നടുഭാഗവും വിയപുരവും. ഇതെന്തൊരു മത്സരം.